Good morning all. I plus solution day മറ്റൊരു question paper discussion ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. So pick the incorrect matches of teaching models and proponents. So teaching modelum അതിന്റെ proponentsum വെച്ചിട്ട് അതിന്റെ incorrect matches prepare ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. First കണ്ടില്ലേ social interaction model John Dewey and Herbert. Then behavior altering model Carl Rogers. Then social inquiry model Cox and Byron. Then information development model Skinner. Then self-awareness model Paul and Schultz. So here correct answer നോക്കുകയാണെങ്കിൽ social interaction model John Deweyയുടെയും ഹെർബർട്ടിന്റെയും തന്നെയാണ്. Then social inquiry model Cox and Byron ന്റേതാണ്. Self awareness model Paul and Schultz ന്റേതാണ്. Okay. ഇനി നോക്കൂ behavior altering model കാൾ റോജേഴ്സിന്റേതല്ല, behavior altering model സ്കിന്നറിന്റേതാണ്. അതുപോലെ തന്നെ information development model അത് സ്കിന്നറിന്റേതല്ല, ഷൂമാന്റേതാണ് information development model. So here incorrect match ആയി വരുന്നത് ബിയും ഡിയുമാണ്. So option 3 is right answer. Next, arrange the following syntax of inquiry training model. തന്നിരിക്കുന്നതിൽ inquiry training modelന്റെ syntax correct ആയിട്ട് arrange ചെയ്യാൻ. Okay. So നമുക്കറിയാം ഏതൊരു മോഡൽ ആയാലും ടീച്ചിങ് മോഡലിൽ നമ്മൾ ഫോക്കസ് സിൻടാക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്താണ് അതിന്റെ ആ ഒരു സോഷ്യൽ സിസ്റ്റം സപ്പോർട്ടിംഗ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു മോഡൽ നമ്മൾ എടുക്കുമായിരുന്നു. സോ അതിൻ്റെ അകത്ത് സിൻടാക്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. സോ അപ്പോൾ ഇതിൽ നോക്ക്, ഇവിടെ ഇൻക്വയറി ട്രെയിനിങ് മോഡലിന്റെ സിൻടാക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഇവിടെ ഓപ്ഷൻ തന്നിരിക്കുന്നത് ഡേറ്റ ഗ്യാതറിംഗ്, verification, then organizing, അതെന്താണ് formulating explanation, then confrontation with the puzzling situation, then again data gathering എന്ന് പറയുന്നത് experimentation, then analysis of the process. So choose the correct answer എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം അല്ലേ. സോ ഇവിടെ ഫസ്റ്റ് വരുന്നത് നമ്മൾ ആദ്യം എന്താണ് ഒരു പസിലിംഗ് സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിപ്പെടുകയാണ് അല്ലേ അവിടെ. സോ ഒരു പസിലിംഗ് സിറ്റുവേഷനിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുമ്പം ഏതാണ് വരുന്നത്? ദാറ്റ് ഈസ് സി ആണ് ഫസ്റ്റ് വരേണ്ടത്. പിന്നെന്താണ്, നമ്മൾ അതിനെ വെരിഫൈ ചെയ്തെടുക്കും. ഡേറ്റ ഗ്യാതറിംഗ് എന്നുള്ള വെരിഫിക്കേഷൻ ആണ് എവിടെ നടക്കുന്നത്? ഇൻക്വയറി ട്രെയിനിങ് മോഡൽ പ്രകാരം നടക്കുന്നത്. സോ വെരിഫിക്കേഷൻ. പിന്നെ വരുന്നത് എക്സ്പെരിമെന്റേഷൻ. എക്സ്പെരിമെന്റ് വെരിഫിക്കേഷൻ നമ്മൾ നടത്തും. അപ്പോ ഓപ്ഷൻ ഡി വരും. ഓപ്ഷൻ അല്ല, ഡി എന്നുള്ളത് എടുക്കും. പിന്നെ എന്നിട്ട് ബി എന്താണ്? ഓർഗനൈസിങ് ആൻഡ് ഫോർമുലേറ്റിംഗ് എക്സ്പ്ലനേഷൻ. നമ്മൾ ആ എക്സ്പെരിമെന്റേഷൻ ചെയ്തിട്ടാണ് ഇത് ഇതുകൊണ്ടാണ് അല്ലെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നമ്മൾ എക്സ്പ്ലനേഷൻ എടുക്കുന്നത്. ദെൻ ലാസ്റ്റ് കംസ് അനാലിസിസ് ഓഫ് പ്രോസസ്. സോ ദാറ്റ് ഇസ് ഇ. സോ ഓപ്ഷൻ 2 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. സോ ഹിയർ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ CADBE കറക്റ്റ് 2 ആണ് വരുന്നത്. യെസ്, അടുത്തൊരു ചോദ്യം. പിക്ക് ദ ഇൻകറക്റ്റ് മാച്ചസ്. സോ സെക്യുലറിസം ജോർജ് ഹോൾയോക്ക്, ദെൻ സോഷ്യലിസം മിഖൈൽ ബക്കുമിനിൻ, ദെൻ നാച്ചുറൽ റൈറ്റ്സ് ഹോബ്സ്, ദെൻ സോഷ്യൽ കോൺട്രാക്ട് ജോൺ ലോക്കെ, ദെൻ വെയിൽ ഓഫ് ഇഗ്നറൻസ് റാവസ്. ഇവിടെ ഇൻകറക്റ്റ് മാച്ചസ് കണ്ടുപിടിക്കാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും നമുക്കറിയില്ല അവർ എങ്ങനെ എടുക്കും നമ്മുടെ നെറ്റ് എക്സാം. കാരണം ഇതിൽ ഇൻകറക്റ്റ് മാച്ചസ് എന്ന് പറയാൻ പറ്റുന്നില്ല. കാരണം ഇത് ക്വസ്റ്റ്യൻ ഒരു മേ ബി അവോയ്ഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ ഒരു ഒബ്ജക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ, കാരണം ഇതെല്ലാം കറക്റ്റ് മാച്ചസ് ആയിട്ടാണ് പറയപ്പെടുന്നത്. പിന്നെ ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് എന്ന് ചോദിച്ചാൽ ഇതിലൊരു ഡൗട്ട് വരുന്നുണ്ട്. പലയിടത്ത് സെർച്ച് ചെയ്തപ്പോഴും ആ ഒരു ഇതാണ്. പിന്നെ പല ആൾക്കാരുമായിട്ട് കൺസൾട്ട് ചെയ്ത് നോക്കിയപ്പോഴും ഇതൊരു കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന ഒരു ഇതാണെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് നെറ്റിന്റെ ആൻസർ കീ വരുമ്പോൾ നോക്കാം. ക്വസ്റ്റ്യൻ. As per Freud's types of personality, a person who shows self-love, exhibitionism and tries to draw attention of others comes under the following type of personality. ഒന്നുമില്ല, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യനുകളിൽ വരുന്നതാണ് അല്ലേ. അതായത് എന്താണ്, സെൽഫ് ലവും പിന്നെ എക്സിബിഷനിസവും പിന്നെ മറ്റുള്ളവരുടെ അറ്റൻഷൻ എടുക്കാൻ പോകുന്ന സ്റ്റേജ് ഏതാണ്? യെസ്,
ഓറൽ സ്റ്റേജിലും ഏനൽ സ്റ്റേജിലും നടക്കില്ല. അതൊരു ഫാലിക് സ്റ്റേജ് എത്തുമ്പോഴാണ് അല്ലെ, ആ ഏജ് വെച്ചിട്ട് നോക്കിയാൽ മതി അല്ലെ. സോ ആ ഒരു ഫാലിക് സ്റ്റേജിലാണ് ഇത് ഇങ്ങനെയുള്ള എക്സിബിഷനിസം, ഡ്രോയിങ് അറ്റൻഷൻ ഇതൊക്കെ വരുന്നത്. സോ ഇവിടെ ഓപ്ഷൻ 2 ഫാലിക് സ്റ്റേജ് ആണ് വരുന്നത്. യെസ്, ഹിയർ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 phallic type. Now, each school should be attended by all children in the neighborhood irrespective of caste, irrespective of caste, creed, community, religion, economic condition in social stable or social stable, so that there is no the segregation of school. ഇത് അസോസിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഏത് എന്താണ് കമ്മീഷന്റെ മുഖം ആയിട്ട് പറയുന്നതാണോ അല്ലെ അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് എന്നാണ് ചോദ്യം വരുന്നത്. സോ ഹിയർ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് NEP 1986. പെട്ടെന്ന് നമ്മൾ എപ്പോഴും NEP 2020 എന്ന് പറഞ്ഞ് ശീലിച്ചത് കൊണ്ടേ സോ അപ്പൊ പെട്ടെന്ന് നമുക്ക് അതേ വരുള്ളൂ, ഈവൻ ഓപ്ഷനിൽ പോലും ഇല്ലെങ്കിൽ അല്ലേ. സോ അപ്പൊ ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് NEP 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 1986ന്റെ വേർഡിങ്സ് ആണ്, ഈ റെക്കമെൻഡേഷൻസ് ആണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ്, the correct sequence of stages of cognitive development given by Piaget. അല്ലെ, പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റൽ സ്റ്റേജ് നമ്മളെല്ലാം വ്യക്തമായി പഠിച്ചു പോയതാണ് അല്ലെ. എന്താ സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, എന്താണ് ഫോർമൽ ഓപ്പറേഷണൽ, എന്താ സെൻസറി മോട്ടോർ സ്റ്റേജ്, കോൺക്രീറ്റ് സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പിയാഷെയുടെ പഠിച്ചു പോയതാ. അതേ ഡയറക്റ്റ് ക്വസ്റ്റനെ വന്നുള്ളൂ, പിന്നെ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്ത് വന്നിട്ടുണ്ട് എന്ന് മാത്രം. നോക്കൂ, ദ കറക്റ്റ് സീക്വൻസ് ഓഫ് ദ സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഗിവൺ ബൈ പിയാഷെ. Okay, so ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് the period of concrete operation, the period of institutive operation thoughts, then period of institutive അല്ല intuitive ആണ്, then the period of sensory motor adaptation, the period of formal operations, the development of symbolic and pre-conceptual thoughts. എനിക്ക് തോന്നുന്നു ഇൻസ്റ്റിറ്റ്യൂട്ടീവ്സ് തന്നെ ആണെന്ന് തോന്നുന്നു, എനിക്കത് ഇതൊന്ന് നോക്കണം. എനിവേ നമുക്കൊന്ന് നോക്കാം. ഇവിടെ എന്താണ്, ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ. ഓക്കെ, ഇവിടെ നോക്കൂ, പിയാഷെയുടെ സ്റ്റേജസ് നമ്മളങ്ങ് ഓർത്ത് നോക്കിയാൽ മതി. ആദ്യം എന്തായിരിക്കും, ഫസ്റ്റ് നമുക്ക് കണ്ണടച്ചുകൊണ്ട് പറയാം സെൻസറി മോട്ടോർ സ്റ്റേജ് ആണല്ലോ. അപ്പൊ സെൻസറി മോട്ടോർ അഡാപ്റ്റേഷൻ ആണ് ആദ്യം വരേണ്ടത് ഇല്ലേ. ഇനി ഈ സെൻസറി മോട്ടോർ അഡാപ്റ്റേഷനില് അപ്പൊ ആ ഓപ്ഷൻസ് വരുന്ന രണ്ടെണ്ണമാണ് നമുക്ക് ഇവിടെ ഉള്ളത്, 1ഉം 3ഉം. ഇനി അടുത്തത് ഏതാണെന്ന് മാത്രം നമുക്കൊരു കൺഫ്യൂഷൻ വന്നാൽ മതി ഇല്ലേ. നോക്കൂ, അടുത്തത് നമ്മള് ഈ സെൻസറിയില് നമ്മൾ എന്തിലാണ് സംഭവിക്കുന്നത്, ഡെവലപ്മെന്റ്, ഒരു കോൺസെപ്ച്വലിന്റെ ഡെവലപ്പ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പാണ് അല്ലെ. സോ സിംബോളിക്കും കോൺസെപ്ച്വൽ തോട്ടുമാണ് വരുന്നത്. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, തേർഡ് E എന്ന ഓപ്ഷൻ നോക്കും. ദാറ്റ് ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് സിംബോളിക് ആൻഡ് പ്രീ കോൺസെപ്ച്വൽ തോട്ട്. സോ അങ്ങനെ വരുമ്പോ CE എന്നുള്ളതാണ് നമ്മുടെ ഓപ്ഷനിൽ 1ഉം 2ഉം വരുന്നത്. CE വരുന്ന മൂന്നാമത്തെ ഓപ്ഷൻ ആണ് ഉള്ളത്. അപ്പൊ അടുത്തത് B നോക്കൂ. യെസ്, ദ പീരീഡ് ഓഫ് ഇൻറ്റ്യൂട്ടീവ് തോട്ട്സ്, ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ടീവ് തോട്ട്, കറക്റ്റ്. ദെൻ ബി പറഞ്ഞു. ഇനി A എന്ന് പറഞ്ഞ പീരീഡ് ഓഫ് കോൺക്രീറ്റ് ഓപ്പറേഷൻ, ദെൻ ലാസ്റ്റ് ദ പീരീഡ് ഓഫ് ഫോർമൽ ഓപ്പറേഷൻ. ഓക്കെ, സോ അപ്പോ ഇവിടെ ഓപ്ഷൻ 3 ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Yes, option 3 is the correct answer. So, ഇവിടെ in Arabic language and Islamic tradition, education is known by these terms. Which of the following is word for education? ശരിക്കും താലിം, തർബിയത്ത്, തിരാജത്ത്, തിജാറത്ത്, താലിബ്. സോ ഇത് ശരിക്കും ഇസ്ലാമിക് ട്രഡീഷനില് എഡ്യൂക്കേഷനിൽ പറയുന്ന പേരുകളാണെന്നുള്ളതാണ്. ഓക്കെ, ശരിക്കും താലിം, നൈതാലിം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു നിയോ എഡ്യൂക്കേഷൻ എന്നുള്ളത് വരാം. സോ അപ്പൊ അത് താലിമും ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ തിജാറത്ത് എന്നുള്ളതും വരാൻ ചാൻസ് ഉണ്ട്. സോ അപ്പൊ അത് പക്ഷെ നമ്മളിവിടെ ഓപ്ഷൻ കുറച്ചും കൂടി ക്ലോസ് ടു ആയിട്ട് വന്നിരിക്കുന്ന തിജാറത്ത് ആയതുകൊണ്ട് നമ്മൾ അത് ഇട്ടിട്ടുണ്ട്. ഇനിയും അവരുടെ നെറ്റിന്റെ എഡ്യൂക്കേഷന്റെ എന്താണ് ആൻസർ കീ വരുമ്പോ നോക്കാം. ഇവിടെ നമ്മൾ ഇട്ടേക്കുന്നത് തിജാറത്താണ്. സോ കാരണം ചിലപ്പോൾ താലിം ആവാൻ ചാൻസ് ഉണ്ട്, പക്ഷെ എന്നാലും തിജാറത്ത് എന്നാണ് കണ്ടത്. കുറച്ച് 1-2 ഇതിൽ നോക്കിയപ്പോൾ തിജാറത്ത് എന്നാണ് വന്നത്. സോ
ആൻസർ കീ വരട്ടെ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോഴത്തേക്കും എല്ലാം നമുക്ക് ആപ്റ്റ് ആയിട്ട് വരണം എന്നും അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചെഴുതാൻ പറ്റുന്നില്ല. ചിലതൊരു കൺഫ്യൂഷൻ നമുക്ക് തന്നെ വരും. അത് അവസാനം അവരുടെ ഫൈനൽ ആൻസർ കീയിലാണ് നമ്മൾ സോൾവ് ഔട്ട് ചെയ്യുന്നത്. Now, following steps are used for writing a research proposal. നമ്മൾ തന്നിരിക്കുന്ന സ്റ്റെപ്സിൽ നമ്മൾ റിസർച്ച് പ്രൊപ്പോസൽ എഴുതാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ കറക്റ്റ് സീക്വൻസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പല പാറ്റേൺ അനുസരിച്ച് പല രീതിയിൽ നമ്മൾ കാണും. പക്ഷെ യുനാനിമസ് ആയിട്ട് നമ്മൾ ഒരെണ്ണം ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. സോ ഇവിടെ ഓപ്ഷൻ ഫ്രെയിമിംഗ് റിസർച്ച് ഹൈപ്പോത്തസിസ്, ഫ്രെയിമിംഗ് റിസർച്ച് ക്വസ്റ്റ്യൻസ്, then writing statement of problem, then writing simple and sampling technique, okay, sample and sampling technique, then stating research objectives. So ഇവിടെ correct answer ഏതാണെന്ന് നോക്കാം. Now, following steps are used for writing a research proposal. നമുക്ക് ഇവിടെ നോക്കാമല്ലോ. സോ ഇവിടെ ആദ്യം നമ്മളൊരു പ്രൊപ്പോസലിന് എന്ത് വേണം, നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാവണം അല്ലേ. സോ ആദ്യം നമുക്ക് എന്ത് വേണം, റിസർച്ച് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വി നീഡ് ടു ഫ്രെയിം ദി റിസർച്ച് ക്വസ്റ്റ്യൻസ്. ഇതുപ്രകാരം, ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, ഇതുപ്രകാരമാണ് നീഡ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ പ്രോബ്ലം വരും. പിന്നാണ് നമ്മൾ റിസർച്ച് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്ത് നമ്മൾ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യും. ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടുത്തെ ഇത് പ്രകാരം ഫ്രെയിമിംഗ് റിസർച്ച് ക്വസ്റ്റ്യൻ ആദ്യം വരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എന്തെടുക്കും, ആ പ്രോബ്ലം, ആ ക്വസ്റ്റ്യനെ ബേസ് ചെയ്തുണ്ടായ പ്രോബ്ലത്തെ നമ്മൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ പ്രോബ്ലം കൊടുത്ത് സ്റ്റേറ്റ് ചെയ്യും. ഓക്കെ, ചിലയിടത്ത് റിസർച്ച് ക്വസ്റ്റ്യൻ ആദ്യം പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ. പക്ഷെ നോർമലി ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രോബ്ലം സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ BC എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. പിന്നെ എന്താണ് വരുന്നത്, ദാറ്റ് ഈസ് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് സ്റ്റേറ്റ് ചെയ്യണം. ഈ പ്രോബ്ലത്തെ ബേസ് ചെയ്ത് എന്താണെന്നുള്ള ഒബ്ജക്റ്റീവ്സ്, ദാറ്റ് ഈസ് സ്റ്റേറ്റിംഗ് റിസർച്ച് ഒബ്ജക്റ്റീവ്സ്. സോ BCE. അടുത്തത് ഫ്രെയിമിംഗ് റിസർച്ച് ഹൈപ്പോത്തസിസ്. ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞിട്ട് ഹൈപ്പോത്തസിസ് ഉണ്ടാക്കണം. ശരിക്കും ചില സിറ്റുവേഷനിൽ ഫോളോ ചെയ്യുന്നത് ഒബ്ജക്റ്റീവ്സിന് മുമ്പ് ഹൈപ്പോത്തസിസ് എഴുതാറുണ്ട്. പക്ഷെ നോർമലി ഒബ്ജക്റ്റീവ്സ് കഴിഞ്ഞാണ് ഹൈപ്പോത്തസിസ് വരുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് അധികം കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള ഒരു സാധനം വന്നില്ല. കാരണം വെച്ചാൽ അതും ഇതും തിരിഞ്ഞൊന്നും വന്നിട്ടില്ല. ദാറ്റ് മീൻസ് ഓപ്ഷനിൽ ഹൈപ്പോത്തസിസ് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റീവ്സ് വരുന്നത് വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, കൺഫ്യൂസ്ഡ് ആക്കത്തില്ല. So BCEA, last, writing sample and sampling technique. So option 2 is correct answer. So next ഒരു match the following ആണ്. Blake and Mons managerial grill, management, educational management ന്റെ അവിടുത്തെയാണ്. Hersey and Blancards ന്റെ model, then Fiedler's contingency model, then leader member exchange theory. സോ അത് ഏതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് മാച്ച് ചെയ്യേണ്ടത്. സോ നമുക്ക് ഡയറക്റ്റ് ഓപ്ഷൻസിലേക്ക് അങ്ങ് പോവാം. നോക്കൂ, ബ്ലാക്ക് ആൻഡ് മോൺസ് മാനേജീരിയൽ മോഡൽ ഗ്രിഡ് എന്ന് പറയുന്നത് ശരിക്കും സെൽഫ് അസസ്മെന്റ് ടൂൾ ആണ്. ബ്ലാക്ക് ആൻഡ് മോൺസ് മാനേജീരിയൽ ഗ്രിഡ് എന്ന് പറയുന്നത് സെൽഫ് അസസ്മെന്റ് ടൂൾ ആണ്. നമ്മൾ ആ ഇവാലുവേഷൻ ആ ഒരു പോർഷനും ലീഡർഷിപ്പ് എല്ലാം കൂടി വെച്ചിട്ടാണ്. ദെൻ നെക്സ്റ്റ് ഹെർഷീസ് ബ്ലങ്കാർഡിന്റെ മോഡൽ എന്ന് പറയുന്നത് അത് ലീഡേഴ്സ് ബിഹേവിയർ അക്കോർഡിംഗ് ടു സർക്കംസ്റ്റാൻസസ്. സോ the 4 വരും. ദെൻ ഫീൽഡേഴ്സ് കണ്ടിജൻസി മോഡൽ, അത് നമുക്ക് ഡയറക്റ്റ് അറിയാം, ഗ്രൂപ്പ് എഫക്റ്റീവ്നെസ്സോ അല്ലെങ്കിൽ ലീഡർഷിപ്പ് സ്റ്റൈലിനെ പറ്റിയിട്ട് ഒക്കെ ഉള്ള നോക്കുന്നതാണ് കണ്ടിജൻസി മോഡൽ. ദെൻ അടുത്ത ലീഡർ മെമ്പർ എക്സ്ചേഞ്ച് തിയറി, ദാറ്റ് ഈസ് അഗെയിൻ that comes leaders and followers ആണ് കേട്ടോ. ഇവിടെ ഫ്ലോവേഴ്സ് എന്നാണ് കിടക്കുന്നത്. സോറി, ഇറ്റ് ഈസ് ഫോളോവേഴ്സ് ഡെവലപ്പ് യുണീക് റിലേഷൻഷിപ്പ്. സോ ഞാനിത് തിരുത്തിയേക്കാം, ഈ ഫ്ലോവേഴ്സ് എന്ന് മാറ്റിയിട്ട് ഫോളോവേഴ്സ്. ഓക്കെ, ലീഡേഴ്സ് ആൻഡ് ഫോളോവേഴ്സ് ഡെവലപ്പ് യുണീക് റിലേഷൻഷിപ്പ്. സോ നിങ്ങൾ തെറ്റ് മാറ്റിക്കരുത്, ഫ്ലവേഴ്സ് അല്ല, ഇറ്റ് ഈസ് ഫോളോവേഴ്സ് ആണ്. ഓക്കെ, സോ ഹിയർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 2 ആണ്. A3, B4, C2, C1, D2. Topics such as getting along with others, understanding physical changes associated with puberty, developing personal values, understanding peer status, etc. will gain entry into the curriculum through. ഇത് ഏത് ടൈപ്പ് ഓഫ് അപ്രോച്ച് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് 2 തരത്തിലുള്ള അപ്രോച്ച് നമുക്ക്
ഒരു ഡൗട്ട് വരും. ദാറ്റ് ഈസ് ഇവിടെ സബ്ജക്ട് ഏരിയ അപ്രോച്ച്, ബ്രോഡ് ഫീൽഡ് അപ്രോച്ച്, എമർജിംഗ് നീഡ് അപ്രോച്ച്, ദെൻ സോഷ്യൽ പ്രോബ്ലം അപ്രോച്ച്. നമുക്കൊരു കൺഫ്യൂഷൻ വരുന്ന രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് എമർജിംഗ് നീഡ്സ് അപ്രോച്ച് ആണോ സോഷ്യൽ പ്രോബ്ലം അപ്രോച്ച്? കാരണം ഇതിൽ രണ്ടിലും ഈ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. സോ മോർ ആക്യുറേറ്റ് എന്ന് പറഞ്ഞ് നോക്കി വരുമ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റുക സോഷ്യൽ പ്രോബ്ലം അപ്രോച്ച് ആണ്. ഓക്കെ, ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. യെസ്, കറക്റ്റ് ആൻസർ ഇസ് സോഷ്യൽ പ്രോബ്ലം അപ്രോച്ച്. Next question. Major characteristics of experimental research are simple, alle? Manipulation of independent variable, inclusion of testing variable, control of intervening variable, treating the dependent variable, pre-test post-test design. Idile major characteristic feature of experimental research. Okay, ivide manipulation of independent variable, yes, it is happening. അതിനെ മാനിപ്പുലേറ്റ് ചെയ്യും. ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റൂ. ഡിപെൻഡന്റ് വേരിയബിളിൽ ഒന്നും നടക്കത്തില്ല. ഡിപെൻഡന്റ് വേരിയബിൾ എന്തിനാണ്? ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ ആശ്രയിച്ചിരിക്കുവാണ്. അതുകൊണ്ട് ട്രീറ്റിംഗ് ഡിപെൻഡന്റ് വേരിയബിൾ എന്നുള്ള ഡി ഓപ്ഷൻ നമ്മൾ നോക്കണ്ട. പിന്നെ അപ്പൊ എ കറക്റ്റ് ആണ്. യെസ്, ഇൻക്ലൂഷൻ ഓഫ് ടെസ്റ്റിംഗ് വേരിയബിൾ, ബി ഓപ്ഷൻ. യെസ്, നമ്മളൊരു ടെസ്റ്റിംഗ് വേരിയബിളിനെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും അല്ലേ? അതാണ് നമ്മുടെ ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ടെസ്റ്റ് ചെയ്യുവാണ്, ട്രീറ്റ് ചെയ്യുവല്ല. ട്രീറ്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളിനെയാണ്. നൗ കൺട്രോൾ ഓഫ് ഇന്റർവീനിങ് വേരിയബിൾ, യെസ്, അതും എക്സ്പെരിമെന്റൽ ഡിസൈൻ്റെ ക്യാരക്ടറിസ്റ്റിക് റിസർച്ചിന്റെ ഫീച്ചർ ആയിട്ട് വരും. സോ എയും ബിയും സിയുമാണ് ഇവിടെ ഓപ്ഷൻ. അപ്പൊ നിങ്ങൾ ചോദിക്കും പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ എന്തുകൊണ്ട് വരുന്നില്ല? പ്രീ ടെസ്റ്റ് പോസ്റ്റ് ടെസ്റ്റ് ഡിസൈൻ എല്ലാ ഇതിനും വരും. അതായത് എന്താ, എക്സ്പെരിമെന്റൽ റിസർച്ചിന് മാത്രമുള്ളതല്ല. ഇവിടെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ മൂന്നെണ്ണം, ദാറ്റ് ഈസ് എ ബി സി എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ ഇവിടെ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. യെസ്, ഓപ്ഷൻ 2 is the correct answer. That is ABC only. അടുത്ത വീണ്ടും ഒരു ക്വസ്റ്റ്യൻ ഫീഡ്ലെസ് കണ്ടീജൻസി മോഡലിനെ പറ്റിയിട്ട്. നമ്മൾ തൊട്ട് മുമ്പ് ഒരു മാത്സ് ഫോളോയിങ്ങിൽ നോക്കിയതേ ഉള്ളൂ അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ ഫീഡ്ലെസ് contingency model of leadership? Become an authoritative leader, identify leadership, assess the situation, select best leadership model. Okay, so നോക്കൂ ഇവിടെ ഇതിലെ ഏതാണ് ഇറ്റ്സ് നോട്ട് എ സ്റ്റെപ്പ് ഇൻ ഫീഡ്ലെസ് കണ്ടീജൻസി മോഡൽ എന്നാണ് പറയുന്നത്. ഫീഡ്ലെസ് കണ്ടീജൻസി മോഡൽ പ്രകാരം ശരിക്കും എന്താണ്, നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പുകളും കാര്യങ്ങളും എല്ലാം പറയുന്നതാണ്. ആ ഒരു എന്താണ്, അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഡെഫിനറ്റ്ലി എന്താണ്, ഒരു ഒഥോറിറ്റേറ്റീവ് ലീഡർ ആവണം എന്നുള്ളത് ഒരിക്കലും ഏത് പറയില്ല, ഫീഡ്ലെസ് കണ്ടീജൻസി മോഡൽ പറയില്ല. സോ കറക്റ്റ് ആൻസർ ഇസ് എന്താണ്? യെസ്, ബിക്കം ആൻ ഓഥോറിറ്റേറ്റീവ് ലീഡർ. സോ ക്രിട്ടിക്കൽ പെഡഗോഗി ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ദ വർക്ക്സ് ഓഫ്, അല്ലേ? ഷോ ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൻസർ അല്ലേ? ഇതിൽ ഓപ്ഷൻ ഒന്നും വായിക്കേണ്ട ആവശ്യമില്ല. പോളോ ഫ്രയർ ആരാണ്? 1972 ക്രിട്ടിക്കൽ പെഡഗോഗി, ക്രിട്ടിക്കൽ കോൺഷ്യസ്നസ് എല്ലാം നമ്മൾ നോക്കിയിട്ടുള്ളതാണ് അല്ലേ? യെസ്, ഓപ്ഷൻ 2 പൗലോ ഫ്രയർ എന്നോ പോളോ എങ്ങനെയാ വെച്ചാൽ നിങ്ങൾക്ക് വായിക്കാം. പക്ഷെ പോളോ ഫ്രയർ ആണ് 1972. Next, conducting a class best involves, class best അല്ല ടെസ്റ്റ് ആണ് ഇത്, സോറി, conducting a class test involves following test. സോ നമ്മളൊരു ക്ലാസ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വരും? ഓക്കെ, നോക്കാം. സെലക്ടിങ് ദ ടെസ്റ്റ്, ഡിസൈഡിങ് ദ ടൈപ്പ് ഓഫ് ടെസ്റ്റ്, then evaluating the test, selecting instructional objectives, administrating the test. നോക്കാം. ഓക്കെ, നോക്കൂ. കണ്ടക്ടിങ് എ ക്ലാസ് ടെസ്റ്റ് ഇൻവോൾവ്സ്, ഏതാദ്യം ഒരു ക്ലാസ് ടെസ്റ്റ്, സിമ്പിൾ ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഏത് ടൈപ്പ് ടെസ്റ്റ് ആണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യും. മൾട്ടിപ്പിൾ ചോയ്സ് വേണോ, അതല്ലെങ്കിൽ എന്താണ് എക്സ്പ്ലനേഷൻ ഉള്ള എസ്സേ ടൈപ്പ് വേണോ, ഷോർട്ട് ആൻസർ ടൈപ്പ് വേണോ? സോ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കും. പിന്നെന്ത് ചെയ്യും? സെലക്ടിങ് ദ ടെസ്റ്റ്, എന്നിട്ട് ആ ടെസ്റ്റ് തിരഞ്ഞെടുക്കും. പിന്നെന്ത് ചെയ്യും? സെലക്ടിങ് ദി ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്, അത് ചെയ്യുമ്പോൾ നമ്മളോ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ് നമ്മൾ നോക്കും. ദെൻ അടുത്ത എന്ത് ചെയ്യും? ടെസ്റ്റിനെ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യും. ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്തിട്ടാണ് നമ്മൾ ടെസ്റ്റിനെ എന്ത് ചെയ്യുന്നത്? ഇവാലുവേറ്റ് ചെയ്യും. ഓക്കെ, സോ ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യും. ഇവിടെ ആദ്യം വരേണ്ടത് സെലക്ടിങ് ദ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ്, ഓപ്ഷൻ ഡി. ദെൻ അടുത്തത് വരുന്ന ഏതാണ്? ഓപ്ഷൻ ബി, ദാറ്റ് മീൻസ് ഡിസൈഡിങ് ദ ടൈപ്പ് ഓഫ് ടെസ്റ്റ്. നമ്മൾ ആദ്യം ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് സെലക്ട് ചെയ്യും, DB.
ഓക്കെ, ഇനി അടുത്തത് ഏതാണ്? എ, ദാറ്റ് ഈസ് സെലക്ടിങ് ദ ടെസ്റ്റ്. പിന്നെന്ത് ചെയ്യും? ഇവാലുവേറ്റിംഗ് ദ ടെസ്റ്റ്, സോറി, അഡ്മിനിസ്റ്ററിംഗ് ദ ടെസ്റ്റ്. ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും, ദെൻ ഇവാലുവേഷൻ നടത്തും. ഓപ്ഷൻ 3 ഈസ് ദി കറക്റ്റ് ആൻസർ. നൗ match list 1 with list 2. Systematic sampling, cluster sampling, quota sampling, snowball sampling. Okay. ഇതെല്ലാം ഏത് ടൈപ്പ് ഓഫ് സാമ്പിളിംഗ് എന്നുള്ള രീതിയിലാണ്. പ്രോബബിലിറ്റി, നോൺ പ്രോബബിലിറ്റി, പലതരത്തിലുണ്ട് അല്ലേ? സോ നമ്മൾ ഇതിന്റെ ഏതാണ് നമ്മൾ നോക്കുന്നത്? ഇത് ഏത് ടൈപ്പ് ആണെന്നുള്ളതാണ് മാച്ച് ചെയ്യേണ്ടത്. നോക്കൂ, സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് ഏതിന്റെ അണ്ടറിലാണ് വരുന്നത്? സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ഓക്കെ, ഓപ്ഷൻ 3 അതിന്റെ അകത്ത്. സോറി, ഓപ്ഷൻ 3 ആണ് ഇവിടുത്തെ ആൻസർ. നമുക്ക് അത് വെച്ച് നോക്കാം. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ആണ്. ഇനി ക്ലസ്റ്റർ സാമ്പിളിംഗോ? ലാർജ് വൈഡ്ലി ഡിസ്പേഴ്സ്ഡ് പോപ്പുലേഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ പല പല ക്ലസ്റ്ററുകളായിട്ട് തിരിച്ചിട്ട് ആ ക്ലസ്റ്ററിൽ ഒരു ക്ലസ്റ്റർ എടുത്ത് അതിലെ മൊത്തം സാമ്പിളിനെ നമ്മൾ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, സോ B1. Then C എന്ന് പറയുന്നത് കോട്ട സാമ്പിളിംഗ്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. സോ നോൺ പ്രോബബിലിറ്റി സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് എന്നാണ്. അവിടെ ഓരോ കോട്ടയാക്കി തിരിച്ചു കൊടുത്തു. ദെൻ D എന്ന് പറയുന്നത് സ്നോബോൾ സാമ്പിളിംഗ് ഈസ് ഇൻഫോർമനൻസ്. സോ ദാറ്റ് ഈസ് ഓപ്ഷൻ 3 ഈസ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ്, അസസ്മെന്റ് ഓഫ് ലേണേഴ്സ് പോർട്ട്ഫോളിയോ ഈസ്. ഇറ്റ് ഈസ് ആക്ടിവിറ്റി ബേസ്ഡ് ആണോ, ടാസ്ക് ബേസ്ഡ് ആണോ, ഒബ്സർവേഷണൽ ബേസ്ഡ് ആണോ, ഒബ്സർവേഷണൽ അനാലിസിസ് ആണോ, ഡോക്യുമെന്റ് അനാലിസിസ് ആണോ? ഇത് ഏത് ടൈപ്പ് ഓഫ് അനാലിസിസ് ആണെന്ന്? ലേണറിന്റെ പോർട്ട്ഫോളിയോ. ഇറ്റ് ഈസ് ലേണറിന് നമ്മൾ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ട്, ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ഏത്, ആക്ടിവിറ്റി കൊടുത്ത് ആക്ടിവിറ്റി ബേസ്ഡ് അനാലിസിസ് ആണ് ലേണർ പോർട്ട്ഫോളിയോയിൽ നമ്മൾ നടത്തുന്നത് ഇല്ലേ, അവരുടെ പോർട്ട്ഫോളിയോ പ്രിപ്പയർ ചെയ്തിട്ട്. യെസ്, കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ 1, ആക്ടിവിറ്റി ബേസ്ഡ് അനാലിസിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ സിസ്റ്റം അപ്രോച്ച്. സിസ്റ്റം അപ്രോച്ചിൽ വന്നിരിക്കുന്ന കറക്റ്റ് സീക്വൻസ് ഏതാണ്? ഓക്കെ, നോക്കൂ, ഓപ്പറേഷൻ ആൻഡ് ഇംപ്ലിമെന്റേഷൻ, ഇവാലുവേഷൻ, അനാലിസിസ് ഓഫ് ഇൻപുട്ട്, ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രിഫേർഡ് സൊല്യൂഷൻ, സ്പെസിഫിക്കേഷൻ ഓഫ് ഒബ്ജക്ട്സ്. സോ നമ്മൾ സിസ്റ്റം അപ്രോച്ചിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ടാലും വി നീഡ് ടു സെറ്റ് ദ ഒബ്ജക്റ്റീവ് ഫസ്റ്റ്. ഓക്കെ, സോ അപ്പോൾ ഒബ്ജക്റ്റീവ് ഫസ്റ്റ് സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്. സോ ഈ ഓപ്ഷൻ വരുന്ന എത്ര എണ്ണം ഉണ്ട്? 1ഉം 2ഉമേ ഉള്ളൂ. അപ്പൊ ഇനി 1ഉം 2ലെ ബാക്കിയുള്ളത് നോക്കിയാൽ മതി. രണ്ടാമത്തെ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഇൻപുട്സ് നമ്മൾ അനലൈസ് ചെയ്തു ആണല്ലോ. ഇനി എന്ത് ചെയ്യണം? മൂന്നാമത് ഐഡന്റിഫിക്കേഷൻ ഓഫ് പ്രിഫേർഡ് സൊല്യൂഷൻ. നമ്മൾ ആദ്യം അതിന്റെ പ്രിഫേർഡ് സൊല്യൂഷൻ നോക്കിയിട്ട് ആ സൊല്യൂഷനാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ D. Then operation and implementation, then finally evaluation. So ഇവിടെ option 2 ആണ് correct answer ആയിട്ട് വരുന്നത്. Yes, correct answer is option 2, E, C, D, A, B. Now, the correct sequence of steps in Dick and Carey instructional design model. ഇതാരോ എനിക്കൊരു സ്റ്റുഡൻറ് ഇത് അയച്ചിട്ടുണ്ടായിരുന്നു. ഡിക്ക് ആൻഡ് ക്യാരി ശരിക്കും മാഡി മോഡലുമായിട്ട് ഏകദേശം ഒരു സാമ്യം വരുന്ന സംഭവം തന്നെയാണ് ഈ ഡിക്ക് ആൻഡ് ക്യാരി. എവിടെയോ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിന് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് വോയിസ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. മേ ബി അത് ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ ഗ്രൂപ്പിനിടയിൽ. എനിവേ, ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഇൻ ഡിക്ക് ആൻഡ് ക്യാരി ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ മോഡൽ ഈസ് ഐഡന്റിഫൈ എൻട്രി ബിഹേവിയർ, ഡെവലപ്പ് ആൻഡ് കൺസ്ട്രക്ട് ഫോർമേഷൻ ഇവാലുവേഷൻ, ഡെവലപ്പ് and conduct formation, conduct formation evaluation, then ongoing revision, identifying instructional goals, then develop criterion test. ഇതിലേതാണ് കറക്റ്റ് സീക്വൻസ് എന്നാണ് നോക്കുന്നത്. നമുക്ക് നോക്കാം. സോ ഇവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് DAEBC, that is option 4 ആണ് correct answer. That means identifying instructional objects. നമ്മൾ ഓൾറെഡി കുറച്ച് മുമ്പുള്ളതിലും പറഞ്ഞു അല്ലേ, എവിടെയും നമ്മൾ ഒന്നുകിൽ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് അല്ലെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ആദ്യം നമ്മൾ അതാണ് സെറ്റ് ചെയ്യുന്നത്. ആ ഗോൾ അല്ലെ ആ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ഒരു വർക്കിലോട്ട് പോകത്തുള്ളൂ, അത് എവിടെ ആയാലും അല്ലേ. സോ അപ്പൊ അതുകൊണ്ട് ഏതിൽ വന്നാലും അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ലോക്ക് ചെയ്ത് വെക്കാം. So അപ്പോൾ ഇവിടെ എന്താണ്? Identify instructional objective, option D. Then identify the entry behavior. Then comes develop criterion test. Then develop and conduct formation evaluation. അതായത് formative evaluation ആണ് ഉദ്ദേശിക്കുന്നത്. Then ongoing revision. Formation evaluation അല്ല, formative evaluation എന്ന് നോക്കിയാൽ മതി. Okay. So option 4. Next, inclusive education is about.
ഞാൻ ആലോചിക്കായിരുന്നു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഒരുപാട് ചോദ്യങ്ങളൊന്നും ഇപ്രാവശ്യം ചോദിച്ചില്ലല്ലോ, 1-2 എങ്ങാണ്ടേ വന്നുള്ളൂ. ഇതാ വീണ്ടും വന്നു. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഈസ് അബൌട്ട് റിമൂവിംഗ് ഫിസിക്കൽ സോഷ്യൽ attitudinal barrier, having low expectation from children, selecting pedagogics beneficial to all, making provision for all children, providing quality education for deserving children. നോക്കൂ, റിമൂവിങ് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ ബാരിയർ അതൊരു കറക്റ്റ് ആണ് അല്ലേ. ദെൻ സെക്കൻഡ് കണ്ടോ, ഹാവിങ് ലോ എക്സ്പെക്ടേഷൻ ഫ്രം ചിൽഡ്രൻ. ഒരിക്കലും അല്ലല്ലോ, അങ്ങനൊന്നും ലോ എക്സ്പെക്ടേഷൻ ഒന്നും അല്ലല്ലോ നമ്മൾ പറയേണ്ടത്. അപ്പൊ അവരെ നമ്മൾ എന്താണ് സെഗ്രിഗേറ്റ് ചെയ്യുന്നു എന്നുള്ളതല്ലേ വരിക. ഇൻക്ലൂഷനിൽ അങ്ങനെ അല്ലല്ലോ. സോ അതുകൊണ്ട് അവിടെ എന്താണ് ബി നമുക്ക് കട്ട് ചെയ്യാം. ഇനി അടുത്ത നോക്ക്, സെലക്ടിങ് പെഡഗോജീസ് ബെനിഫിഷ്യൽ ടു ഓൾ. ഒരിക്കലും ഇല്ല, അവർക്ക് എന്താണ് ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ളത് വേണം. സോ അപ്പം എന്താണ് എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്, സെലക്ടിങ് പെഡഗോജീസ് ബെനിഫിഷ്യൽ ടു ഓൾ, അത് കറക്റ്റ് ആൻസർ ആണ്. കാരണം എന്താ, അവരെയും കൂടി കൺസിഡർ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ സിയും വരും. ഇനി ഏതാണ്, മേക്കിംഗ് പ്രൊവിഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അല്ലേ, എഡ്യൂക്കേഷൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണം. സോ ACD ആണ് ഇവിടെ വരുന്നത്. ലാസ്റ്റ് ഓപ്ഷൻ നോക്കൂ, പ്രൊവൈഡിങ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഡിസേർവിംഗ് ചിൽഡ്രൻ. ഒരിക്കലും അല്ലല്ലോ, എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഇക്വിറ്റി ഇക്വാലിറ്റി ആണ് ഉദ്ദേശിക്കുന്നത് തന്നെ. എന്നിട്ട് നമ്മൾ ഈ ഓപ്ഷനെ ഇൻക്ലൂസീവിൽ പറയാൻ പറ്റില്ല. സോ ഹിയർ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ACD ആണ്. യെസ്, ഓപ്ഷൻ ACD only. Now, last question. Which of the following is not a pedagogy suited for inclusive classroom? ഏതാണ്? Universal design of instruction, student team achievement division, then programmed instruction, individualized education program. ഈ തന്നിരിക്കുന്നതിൽ യൂണിവേഴ്സൽ ഡിസൈൻ ഓഫ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ എല്ലാവരും യുണീക്ക് ആണോ? ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഡിസൈൻ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബാക്കിയെല്ലാം കുട്ടികളുടെ പേസിനനുസരിച്ച് പോകുന്നതാണ്. സോ അത് പറ്റും. അപ്പൊ എന്ത് ചെയ്യണം, ഓപ്ഷൻ 1 ആണ് ഇവിടെ ഒമിറ്റ് ചെയ്യേണ്ടത്. യെസ്, യൂണിവേഴ്സൽ ഡിസൈൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ഇസ് നോട്ട് എ പെഡഗോഗി സ്യൂട്ടഡ് ഫോർ ഇൻക്ലൂസീവ് ക്ലാസ് റൂം. സോ വിത്ത് ദിസ് നമ്മൾ അറൗണ്ട് 90 ചോദ്യങ്ങളോളം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലെ. നമ്മുടെ ഇപ്രാവശ്യം ചോദിച്ചിട്ടുള്ള 100 ചോദ്യത്തിൽ, അതായത് എഡ്യൂക്കേഷന്റെ ഭാഗത്തുള്ള പാർട്ട് ബിയിലെ 100 ചോദ്യങ്ങളിൽ 90 ചോദ്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയുള്ള 10 ചോദ്യം 2 കോംപ്രിഹെൻഷൻ ആണ്. അത് ആ കോംപ്രിഹെൻഷനെ ബേസ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നോക്കാവുന്നതാണ്. സോ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് മൊത്തം 90 ചോദ്യങ്ങൾ എഡ്യൂക്കേഷനിൽ നിന്നുള്ളത് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഇനി വരുന്ന എക്സാംസിന്, കാരണം വെച്ചാൽ നമുക്ക് ഓൾറെഡി നെറ്റിന്റെ എക്സാം മാറ്റി വെച്ചു എന്നുള്ള ഒരു ഇതിലല്ലേ ഉള്ളൂ. ജസ്റ്റ് അത് ഇനി വരുന്ന ഈ ഓഗസ്റ്റിൽ വരുന്ന നിങ്ങളുടെ ആ എക്സാം നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ ആയിട്ട് തന്നെ എഴുതാൻ കഴിയട്ടെ. ഒൺലി തിങ്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ റെഫറൻസ് കൂടി ഒന്ന് വെച്ചിരിക്കണം. കാരണം മേ ബി അവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയകളെല്ലാം ഓൾമോസ്റ്റ് ഇതൊക്കെ തന്നെ ആയിരിക്കും. സോ ആയിരിക്കാം. ഓക്കെ, സോ അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് റെഫർ ചെയ്തിട്ട് ശേഷം മാത്രമേ എക്സാം എഴുതാൻ പോകാവൂ. താങ്ക് യു സോ മച്ച്. നമുക്ക് അടുത്തൊരു I+ന്റെ നോർമൽ ക്ലാസ്സിൽ കൂടി കാണാം. താങ്ക് യു വെരി മച്ച്.